അങ്ങനെ അവർ കാത്തിരിക്കുകയാണ്. നാളെയെങ്കിലും തീരുമാനമുണ്ടാകുമോ എന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചു എന്നൊരു ചോദ്യം സ്വാഭാവികമാണല്ലോ. എന്തൊക്കെ വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂരിന് ചുമത്തിയിരിക്കുന്നത്? ബോബി ചെമ്മണ്ണൂരിനെതിരെ 3 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഒന്ന് 75 BNS ഭാരതീയ ന്യായ സംഹിതയിലെ 75(1)(1 പ്രകാരം ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിക്കുക. ഒരു ചടങ്ങിൽ വെച്ച് ഈ ഹണി റോസ് എന്ന നടിയുടെ കയ്യിൽ പിടിച്ച് വട്ടം ചുഴറ്റുന്നതാണ് 75(1)(1 അട്രാക്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കുറ്റകൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. 3 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. 75(1)(4 ലൈംഗിക ചുവയോടുകൂടി ഒരു പരാമർശം നടത്തുക. ചില സഭ്യമല്ലാത്ത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് ഹണി റോസുമായി സംസാരിച്ചു. അത് ഹണി റോസ് ആ സമയത്ത് അതിനകത്ത് ചില അതൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മാനേജരോട് പറഞ്ഞുവെന്നും. ഇതും 3 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. 67 ഓഫ് IT ആക്ട് അശ്ലീല പ്രചരണം നടത്തി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കേസ് എന്ന നിലയിൽ കൂടിയാണ് ബോബി ചെമ്മണ്ണൂരിന് സ്വാഭാവികമായി ജാമ്യം ഇന്ന് അനുവദിച്ചത്. എന്നാൽ ജാമ്യം അനുവദിക്കുന്ന സമയത്ത് കോടതി രൂക്ഷ വിമർശനമാണ് നടത്തിയത്. പ്രഥമ ദൃഷ്ട്യാ ഈ കേസ് നിലനിൽക്കും എന്നാണ് കോടതി പറഞ്ഞത്. മാത്രവുമല്ല, വാക്പ്രയോഗം ദ്വയാർത്ഥത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ലൈംഗിക ചുവയോടുകൂടിയുള്ള പരാമർശം നടത്തിയിരുന്നു. ദ്വയാർത്ഥമെന്ന് ഏതൊരു മലയാളിക്കും മനസ്സിലാവുന്ന തരത്തിലാണ് ആ പ്രതികരണം നടത്തിയത്. മറ്റുള്ളവരുടെ വക്കാലത്ത് തൽക്കാലം ഏറ്റെടുക്കേണ്ടതില്ല എന്ന് കോടതി പറഞ്ഞു. സ്ത്രീയെ രൂപത്തിലൂടെ വിലയിരുത്തുന്നവർ സ്വയം വിലയിരുത്തപ്പെടുകയാണ് എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ കോടതി പറഞ്ഞത്. മറ്റുള്ളവരെക്കുറിച്ച് പരാമർശം നടത്തുമ്പോൾ ജാഗ്രത പുലർത്തണം. ബോഡി ഷെയ്മിങ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. 50,000 രൂപയുടെ 2 ആൾജാമ്യമാണ് ഒരു ഉപാധി. ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം എന്നൊരു മുന്നറിയിപ്പുണ്ട്. കുറ്റകൃത്യം ആവർത്തിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കും. ഇത്രയുമാണ് ഉപാധികൾ. ഈ ഉപാധികൾ അടങ്ങിയ ബോണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഒപ്പിടാതിരിക്കുന്നത്. അതിന് കാരണമായി പറയുന്നതാവട്ടെ, ജയിലിൽ ധാരാളം ആളുകൾ ജാമ്യമില്ലാതെ കിടപ്പുണ്ട്. സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ജാമ്യം കിട്ടാതെ പോയ മനുഷ്യരോടൊപ്പം ഐക്യത്തിൽ നിന്നുകൊണ്ട്, അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടുന്നതുവരെ ഞാനും പുറത്തിറങ്ങില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എത്ര പേര് ജാമ്യം കിട്ടാതെയുണ്ടോ അവരുടെയൊക്കെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷമേ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുകയുള്ളൂ എങ്കിൽ കുറച്ച് ദിവസം പിടിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടിയിട്ടും ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങിയില്ല.